പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു സംഭവം വായിച്ചത് ഓർമ്മയിൽ വരികയാണ്. മഹാനായ അക്ബർ ചക്രവർത്തി ഒരിക്കൽ തൻ്റെ ഉപദേശകൻ ബർബിലിനോടൊപ്പം നായാട്ടിന് പോവുകയാണ്. വനാന്തരങ്ങൾക്കിടയിൽ കൂടെ പാറക്കെട്ടുകൾ താണ്ടി യാത്ര ചെയ്യുമ്പോൾ ഒരു വീഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ കൈ ഒടിഞ്ഞു. തൻ്റെ സഹായകൻ അദ്ദേഹത്തിൻ്റെ പരിക്ക് പരിചരണം നൽകി ആശ്വസിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അദ്ദേഹം വേദന കൊണ്ട് പൊളയുകയാണ്. അപ്പോൾ ഈ സഹായകൻ പറഞ്ഞു, മഹാരാജാവേ, ഇത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. വേദന കൊണ്ട് പൊളയുന്ന ഈ രാജാവ് തൻ്റെ ഉപദേശകൻ്റെ സഹായകൻ്റെ ആശ്വാസവാക്കുകൾ കേട്ടപ്പോൾ സമാശ്വസിക്കുന്നതിന് പകരം അവനോട് ദേഷ്യം വർദ്ധിക്കുക. എല്ലാം നന്മയ്ക്കാണ് എന്ന് തൻ്റെ ഉപദേശകൻ്റെ സമാശ്വാസനം അംഗീകരിക്കാതെ അദ്ദേഹം തൻ്റെ സഹായിയെ അടുത്ത് കണ്ട പൊട്ടക്കെട്ടിലേക്ക് വലിച്ചെറിയുന്നു. ഇദ്ദേഹം വേഗനായി ഈ വനാന്തരങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ എതിരെ വന്ന ഒരു കൂട്ടം നരഭോജികൾ ഈ സുമുഖനെ സുന്ദരനെ ആരോഗ്യ ദൃഢഗാത്രനായ ചക്രവർത്തിയെ പിടിച്ചു കെട്ടി അവരുടെ രാജാവ്, നരഭോജികളുടെ രാജാവിൻ്റെ അടുക്കൽ നരബലി അർപ്പിക്കുവാനായിട്ട് കൊണ്ടു കൊടുക്കുന്നു. നരഭോജികളുടെ രാജാവ് ഈ ചക്രവർത്തിയെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായ ക്ഷതം അദ്ദേഹത്തെ ബലിയർപ്പിക്കുവാനായിട്ട് കൊള്ളുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരസിക്കുകയാണ്. നരഭോജികളാണെങ്കിലും ഊനമില്ലാത്തതിനെയാണ് അവരും ബലിക്കായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഊനമുള്ള ഈ മനുഷ്യനെ ബലിക്ക് അയോഗ്യത കൽപ്പിച്ച് ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ കൈയൊടിഞ്ഞ അവസ്ഥയിൽ തൻ്റെ സഹായി ഇത് നന്മയ്ക്കാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. അത് പറഞ്ഞതിന് ആ മനുഷ്യനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞല്ലോ എന്നുള്ള നിരാശയോടെ ഈ രാജാവ് തിരികെ വന്ന് ഇയാളെ ഒരു കയറിട്ട് കൊടുത്ത് കിണറ്റിൽ നിന്നും കരകയറുവാനായിട്ട് സഹായിച്ചു. ഈ മനുഷ്യൻ കരയ്ക്ക് വന്ന് രാജാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ക്ഷമ പറയുക. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാനാണ് നിനക്ക് ക്ഷമ പറയേണ്ടത്, നീയാണ് എന്നെ രക്ഷിച്ചത്. അതായത് നീ എന്നെ ആശ്വസിപ്പിച്ചപ്പോൾ എനിക്കത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല. നീ പറഞ്ഞില്ലേ എല്ലാം നന്മയ്ക്കാണെന്ന്, എനിക്ക് പറ്റിയതായ അപകടം എൻ്റെ നന്മയ്ക്കായിട്ട് ഭവിച്ചു എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ അനുഭവം ഇവിടെ വിവരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, മഹാരാജാവേ, ഞാൻ ഇതെല്ലാം മനസ്സിലാക്കി. ആ കാട്ടാളന്മാർ ഈ കിണറിനരികിൽ കൂടിയാണ് കടന്നു പോയത്. അവരിതിലെ പോകുമ്പോൾ ഞാൻ കിണറ്റിൽ കിടന്നതുകൊണ്ട് അവരെന്നെ കണ്ടില്ല. മറിച്ച് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോഴായിരുന്നു പിടിക്കുന്നത് എങ്കിൽ എനിക്ക് പരിക്കുകളൊന്നുമില്ലായിരുന്നത് കൊണ്ട് എന്നെ അവർ ബലിയഴിക്കുവാനായിട്ട് തയ്യാറാകുമായിരുന്നു. അപ്പോൾ രാജാവിൻ്റെ ജീവിതത്തിലുണ്ടായ ഈ അപകടം അത് എനിക്കും അനുഗ്രഹകരമായി മാറി എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോഴാണ്
രാജാവിന് അതിൻ്റെ വസ്തുത പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായിട്ട് ഭവിക്കുമെന്ന പൗലോസ്ലീഹായുടെ വാക്കുകൾ നിരന്തരം നാം കേൾക്കുന്നതാണ്. പക്ഷേ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമുക്കത് അംഗീകരിക്കുവാൻ സാധിക്കാറില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയുമാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ ദൈവാനുഭവങ്ങളിലേക്ക് നയിക്കുവാനുള്ള മാർഗമാണ് എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. നമുക്കറിയാം, പ്രകൃതിയിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ ആ സത്യം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. നല്ല സുഗന്ധവാഹികളായ പനിനീർ പുഷ്പങ്ങൾ നിറയെ മുള്ളുകളുള്ളതായ കമ്പുകളിലാണ് വിടരുന്നത്. നമ്മൾ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നതായ കുന്തിരുക്കം അത് അഗ്നിക്ക് വിധേയമാകുമ്പോഴാണ് അതിൽ നിന്ന് നറുമണം പുറപ്പെടുവാനായിട്ട് സഹായിക്കുന്നത്. സ്വർണം അതിൻ്റെ മാറ്ററിയുന്നത് ഉരച്ചു നോക്കുമ്പോഴാണ്. ഉരയ്ക്കുന്നതിലൂടെ അതിന് സംഭവിക്കുന്നതായ ക്ഷതം, അതിന് സംഭവിക്കുന്നതായ നഷ്ടം, അതിൻ്റെ മൂല്യമറിയുവാനായിട്ട് അതിനെ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഒരു മാതാവ് ഒരു കുഞ്ഞിന് ജന്മം നൽകണമെങ്കിൽ തീവ്രമായ വേദനയിലൂടെ കടന്നു പോകണം. ഒരിക്കലും ഇവിടെ ധ്യാനത്തിന് വന്ന ഒരു സഹോദരിയുമായി സംസാരിച്ചപ്പോൾ അവരുടെ കുടുംബ പശ്ചാത്തലം പരിചയപ്പെട്ടപ്പോൾ വിവാഹം കഴിഞ്ഞ് 8 വർഷമായി അവർക്ക് മക്കളില്ല എന്ന് മനസ്സിലാക്കുകയാണ്. എന്താണ് പ്രശ്നം? ആർക്കാണ് പ്രശ്നം? ചികിത്സ തേടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ വളരെ ലാഘവത്തോടെയാണ് മറുപടി പറയുന്നത്. ഇല്ല അച്ഛാ. അതെന്താണ്? ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അച്ഛാ. പിന്നെ എന്തു പറ്റി? അല്ല, പ്രസവ വേദന അനുഭവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കില്ല, അതുകൊണ്ട് ഒരമ്മയാകണ്ട എന്നുള്ള തീരുമാനം ഞാൻ എടുത്തിരിക്കുകയാണ്. ഉണ്ടോ? കേട്ടുകേഴ്വിയില്ലാത്തൊരു സംഭവമാണ്. പ്രസവ വേദന അനുഭവിക്കുവാൻ അസാധ്യമായതുകൊണ്ട് അമ്മയാകണ്ട എന്ന് തീരുമാനിച്ച ഒരു ഭാര്യ. ഞാൻ ചോദിച്ചു, എന്തിനാ പിന്നെ ഈ പണിക്ക് പോയത്? ആ മനുഷ്യനെയും തൊലച്ചല്ലോ, വലിയ കന്യാസ്ത്രീ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് അവരുടെ അവസ്ഥ മനസ്സിലാകുന്നത്. അവർക്ക് ആന്തരിക സൗഖ്യം കിട്ടി. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുടെ മാതാവാണ്. അപ്പോൾ ഏറ്റവും തീവ്രമായ വേദനയാണ് പ്രസവ വേദനയെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊള്ളുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിനെ ഓർത്ത് ആ വേദന സഹിക്കുവാനായിട്ട് അവർ തയ്യാറാകുക. ഒരു ചിത്രശലഭം രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അത് ഒരു പ്യൂപ്പയ്ക്കുള്ളിലാണ് അതിൻ്റെ പരിണാമം സംഭവിക്കുക. അതിൻ്റെ പരിണാമത്തിൻ്റെ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ വളരെ വേദനയോടെ, പ്രസവവേദന പോലെ തന്നെ ആ പ്യൂപ്പ പൊട്ടി അത് ഈ പ്രപഞ്ചത്തിലേക്ക് പറന്നു വരിക. ഒരിക്കൽ കുട്ടികൾ ഈ സംഭവം വീക്ഷിക്കുവാനായിട്ടിടയായി. കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പ്യൂപ്പ പൊട്ടി പുറത്തു വരാനായിട്ട് കഷ്ടത അനുഭവിക്കുന്ന ഒരു അവസ്ഥയിൽ അതിനെ ഒന്ന് സഹായിക്കാമെന്നോർത്ത് ആ കുഞ്ഞുങ്ങൾ ഒരു ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്ത് കൊടുത്തു. സംഭവിച്ചതെന്താ? അതിൻ്റെ അന്ത്യമാണ് അവിടെ സംഭവിച്ചത്. അപ്പം ഇത് പ്രകൃതിയുടെ നിയമമാണ്. അത് ആ പ്യൂപ്പയ്ക്കുള്ളിൽ നിന്ന്
വേദനയോടെ പൊട്ടി പുറത്തു വരുമ്പോഴാണ് അതിൻ്റെ ചിറകുകൾക്ക് കരുത്ത് കിട്ടുന്നത്, അത് അനന്തവികായത്തിലേക്ക് പറന്നുയരുന്നത്. മുത്തുച്ചിപ്പികൾ പേഴ്സ് ഉണ്ടാക്കുന്നത് എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ചെറുകൾക്കുള്ളിൽ മണൽത്തരികൾ നിറഞ്ഞ് അതുമായിട്ട് ഉരസി ഉണ്ടാകുന്ന സ്രവം, അത് രൂപാന്തരപ്പെട്ടാണ് അമൂല്യമായ പേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നത്. സമൂഹത്തിൽ നോക്കിയാൽ, പ്രകൃതിയിലേക്ക് നോക്കിയാൽ ദുരിതങ്ങൾ, കഷ്ടതകൾ അതിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനമാണ് എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എബ്രാഹാം പിതാവ് വാർദ്ധക്യത്തിൽ തനിക്ക് ലഭിച്ച മകനെ ബലിയർപ്പിക്കുവാനായിട്ട് ദൈവം അരുളി ചെയ്തപ്പോൾ അതേപടി അതിനവൻ തയ്യാറാവുകയാണ്. സ്വന്തം മകനെ ബലിയർപ്പിക്കുവാനായിട്ട് മോറിയ മലയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ഏത് കഠിന ഹൃദയൻ്റെയും കരളലിയിപ്പിക്കുക. ബലിവസ്തു തന്നെത്താൻ വഹിച്ചുകൊണ്ട് ആ കുഞ്ഞ് പിതാവിനോടൊപ്പം പോകുമ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പാ ബലിക്കുള്ള മൃഗം എവിടെ എന്ന്. വാസ്തവത്തിൽ അത് കേട്ട ആ പിതാവിൻ്റെ ഹൃദയം തുടിക്കുകയായിരുന്നു. അവൻ പ്രത്യാശയോടെ പറയുന്നുണ്ട്, ദൈവം കരുതിക്കൊള്ളും. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ അവൻ എന്നെ കരുതും, അവൻ എന്നെ പോറ്റും, അവൻ എന്നെ പുലർത്തും എന്നുള്ളതായ ഒരു ബോധ്യം നമ്മെ ഭരിക്കണം. അതാണ് അടിസ്ഥാനപരമായ ദൈവാനുഭവം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. എബ്രഹാം പിതാവിനോട് തൻ്റെ ഏകജാതനായ പുത്രനെ ബലിയർപ്പിക്കുവാനായിട്ട് ദൈവം അരുളി ചെയ്തിട്ട് അത് നോക്കിക്കണ്ടുന്ന സന്തോഷിച്ച ഒരു ദൈവമല്ല, മറിച്ച് ഒരു മകനെ ബലിയഴിക്കുവാനായിട്ട് തയ്യാറായപ്പോൾ ആ പിതാവിൻ്റെ അന്തരങ്ങളിലുണ്ടായ വേദന മനസ്സിലാക്കി തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിൽ ബലിയർപ്പിക്കുവാനായിട്ട് പദ്ധതി മെനഞ്ഞ ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. കണ്ടോ? മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയാക്കി സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാ. ജീവിതത്തിലെ തിക്താനുഭവങ്ങളിൽ നെരിപ്പോടുകളിലൂടെ കടന്നുപോയപ്പോൾ ആ വേദന ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ച് മറ്റുള്ളവരുടെ വേദനകൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയുടെ അർത്ഥം കണ്ടെത്തുവാനായിട്ട് സമൂഹത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെ സമാശ്വസിപ്പിക്കുവാനായിട്ട് ദൈവം നമുക്ക് തരുന്ന അവസരമായി കണ്ടെത്തി അതിനുവേണ്ടി തന്നെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. എബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിലുണ്ടായ തിക്താനുഭവം ദൈവം മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പദ്ധതി മെനയുവാൻ തക്കോണം തയ്യാറായതുപോലെ കന്യാമറിയാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ മാലാഖ ദൂതറിയിക്കുകയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. സമാധാനത്തിൻ്റെ സന്ദേശമാണ് അരുളി ചെയ്യുന്നതെങ്കിലും വേദനയോടെ ദുഃഖത്തോടെയാണ് അത് അവൾ ശ്രവിക്കുന്നത്. പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ നിന്റെ ചാർച്ചക്കാരിയായ ഏലിശുബ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചു, അവൾക്കിത് 6-ാം മാസമാണ് എന്ന് മാലാഖ പറഞ്ഞ അനുഭവ സാക്ഷ്യം കന്യാമറിയാമിനെ ചിന്തിപ്പിക്കുവാനായിട്ടിടയായി.
വാർദ്ധക്യത്തിലെ ഗർഭധാരണം സാധ്യമാണ് എങ്കിൽ പുരുഷനെ അറിയാതുള്ളതായ ഗർഭധാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിന് മുമ്പിൽ തന്നെ സമർപ്പിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, വചനത്തിന് മുമ്പിൽ തന്നെ സമർപ്പിച്ചപ്പോൾ അവൾ മറ്റൊന്നും ചിന്തിച്ചില്ല. വിവാഹം കഴിയുന്നതിന് മുമ്പ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നതായ സമയത്ത് ഗർഭധാരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാൻ തക്കവണ്ണം ശിക്ഷ വിധിക്കാവുന്നതാണ്. എന്തിനു പറയുന്നു? നീതിമാനായ യോസേപ്പിൻ്റെ ജീവിതത്തിൽ പോലും കളങ്കം ചാർത്തപ്പെടാവുന്ന ഒരു അവസ്ഥയാണത്. ഇതിനെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ടാണ് കന്യമറിയാം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചത്. പലപ്പോഴും വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ സാധ്യമല്ലാതെ വരുന്നത് നമ്മുടെ കണക്കുകൂട്ടലുകളാണ്, നമ്മുടെ ലാഭനഷ്ടങ്ങളുടെ വിലയിരുത്തലുകളാണ്. വചനത്തിന് വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ അതെല്ലാം വിലയിരുത്തുമ്പോൾ ഇതൊന്നും അറിയാതെ ജീവിക്കുകയാണ് ലാഭം എന്നുള്ളൊരു ചിന്തയാണ് സമൂഹത്തിൽ നിന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് തന്നെ നമുക്ക് മാതൃകയായിട്ട് കാണിച്ചു തന്നു. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വാർത്ത സമാധാനത്തിൻ്റെ സന്ദേശമായിരുന്നു. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാലാഖ ദൂതറിയിച്ചത്. കർത്താവിൻ്റെ തിരുജനനം ഒരു സദ്വാർത്തയായിരുന്നു. സകല ജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് മാലാഖ ദൂതറിയിച്ചത്. ആ സന്തോഷത്തിൻ്റെ വാർത്ത കർത്താവ് തൻ്റെ ജീവിതത്തിലുടനീളം സമാധാനത്തിൻ്റെ സന്ദേശവാഹകനായിരുന്നു. സമൂഹത്തിലെ ആശ്വാസം പകർന്നുകൊണ്ട്, വേദന അനുഭവിക്കുന്നവർക്ക് സന്തോഷം പകർന്നുകൊണ്ട്, ദുഃഖത്തിലും ദുരിതത്തിലും ആയിരിക്കുന്നവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതകാലം മുഴുവനും കഴിയുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്കറിയാം കർത്താവിൻ്റെ തിരുജനനം ഒരു സന്തോഷവാർത്തയായിരുന്നുവെങ്കിൽ ആ തിരുജനനത്തോടനുബന്ധിച്ച് സംഭവിച്ചതെന്താ? 2 വയസ്സിന് താഴെയുള്ളതായ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും വധിക്കുന്നതായ രാജകൽപ്പന, വധിക്കുവാനുള്ള രാജകൽപ്പന. കുഞ്ഞിനെ കൊണ്ട് പലായനം ചെയ്യുന്നതായ യോസേപ്പും മറിയാമും വർഷങ്ങളോളം ഒളിവിൽ പാർത്തതായ അവസ്ഥ. അതുപോലെ തന്നെ പരിശുശ്രൂഷാകാലത്ത് സമൂഹത്തിന് അവൻ ചെയ്തു കൊടുത്തതായ നന്മ പ്രവൃത്തികൾ എത്രയോ അധികമാണ്. എന്തിനു പറയുന്നു? മരിച്ച ലാസറിനെ പോലും ഉയർപ്പിക്കുവാനായിട്ട് അവന് സാധിച്ചു. ഇതെല്ലാം മനസ്സിലാക്കിയ ജനം അവന് ഓശാന പാടുകയാണ്. ഞാൻ പറയട്ടെ, ഈ ഓശാന പാടിയ നാവുകൾ തന്നെ അടുത്ത നിമിഷം അവനെ ക്രൂശിക്കുക എന്ന് അട്ടഹസിക്കുന്നതായിട്ട് കാണുന്നു. വാസ്തവത്തിൽ ഇതാണ് ദൈവാനുഭവം എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, നമ്മളിങ്ങ് ഒത്തിരി പുണ്യപ്രവർത്തികളും നന്മ പ്രവർത്തികളൊക്കെ ചെയ്യുന്നവരാണ്. നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ, നന്മ പ്രവർത്തികൾ അത് മറ്റുള്ളവരെ അറിയണമെന്നൊരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ പുണ്യപ്രവർത്തികൾക്കും നന്മ പ്രവർത്തികൾക്കും അർഹരായവർ നമുക്കെതിരെ കുതികാൽ കുത്തും എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? ഞാൻ പറയും, നമ്മൾ ചെയ്തതായ നന്മ പ്രവർത്തികൾക്ക് നമുക്ക് ലഭിക്കുന്നത് തിക്താനുഭവമാണെങ്കിൽ അവരെയാണ് ദൈവം വില കൊടുക്കുക.
മറിച്ച് നമ്മൾ ചെയ്യുന്നതായ നന്മ പ്രവൃത്തികൾക്ക് നമുക്ക് പ്രതിഫലം നന്മയായിട്ട് ലഭിക്കുന്നു എങ്കിൽ അവാർഡ് ഇവിടെ തന്നെ കിട്ടിപ്പോയി. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അത് കണക്കിടുകയുമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, തന്നെ ക്രൂശിക്ക എന്ന ജനത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അവൻ കാൽവറിയിൽ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. വാസ്തവം പറഞ്ഞാൽ മാനവകുലത്തിൻ്റെ പാപമേറ്റെടുത്ത കർത്താവിനെ ആ കുരിശുമരണത്തിൻ്റെ വേളയിൽ ദൈവം കൈവിട്ടു എങ്കിൽ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് അവൻ വിലപിക്കുന്നുണ്ട്. ഇവർ ചെയ്യുന്നതെന്താ എന്നെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള അനുരഞ്ജന പ്രാർത്ഥന കർത്താവിൻ്റെ ആത്മാവിനെ പിതാവാം ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് അവനെ സഹായിക്കുകയായിരുന്നു. സംഭവിച്ചതെന്താ? കാൽവറിയിൽ മരണപ്പെട്ട കർത്താവ് 3-ാം ദിവസം ഉദ്ധാനം ചെയ്യുന്നു. ഇന്നും ജീവിച്ച് മാനവകുലത്തിൻ്റെ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിലെ കഷ്ടങ്ങൾ അത് മൂല്യമുള്ളതാണെന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. അതിന് അർത്ഥമുള്ളതാണെന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. പാട്ടുകാരൻ പാടിയതുപോലെ കഷ്ടങ്ങൾ സാരമല്ല, നഷ്ടങ്ങൾ സാരമില്ല എന്ന് പാടുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. നീ ഞങ്ങൾക്ക് തന്നതായ വചനത്തിനു വേണ്ടി നിന്നെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതായ നെരുപ്പോടുകളെ സ്വാതന്ത്ര്യങ്ങളായി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മാതാവേ, ശുദ്ധിവാന്മാരെ, ശുദ്ധികളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ തന്നെ. ആമീൻ.